മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ നാടകങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് സൂചിപ്പിക്കുന്ന ചില വാർത്തകളാണ് ഇന്നും ഇന്നലെയുമായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ NCPയെ പിളർത്തിക്കൊണ്ടാണ് അജിത് പവാറിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് MLAമാർ മഹാരാഷ്ട്രയിലെ BJP ശിവസേന സഖ്യ സർക്കാരിൻ്റെ ഭാഗമാകുന്നത്. ഇവർ കൂടുമാറിയതിന് പിന്നാലെ തന്നെ അജിത് പവാറിനെ ഉപമുഖ്യമന്ത്രിയാക്കുകയും അജിത് പവാറിൻ്റെ കൂടെ വന്ന MLAമാരിൽ 8 MLAമാർക്ക് BJP മന്ത്രിസ്ഥാനം നൽകുകയും ചെയ്തു. ഇതിനു പിന്നാലെ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിലവിൽ BJPയുടെ ഭാഗമായിട്ടുള്ള ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിൽ നിന്നുള്ള MLAമാർ വീണ്ടും ഉദ്ധവ് താക്കറെ വിഭാഗത്തിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ളതാണ്. 2 കാരണങ്ങൾ കൊണ്ടാണ് ഏക്നാഥ് ഷിൻഡെയുടെ ഭാഗത്തുള്ള MLAമാർ വീണ്ടും ഉദ്ധവ് താക്കറെ ഭാഗത്തേക്ക് വരാൻ ശ്രമിക്കുന്നത്. അതിന് 2 കാരണങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ ഒരു കാരണം എന്ന് പറയുന്നത് NCP, അതായത് അജിത് പവാറിൻ്റെ നേതൃത്വത്തിൽ NCPയിൽ നിന്നുള്ള MLAമാർ വന്നയുടനെ തന്നെ BJP അജിത് പവാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഈ വന്ന MLAമാരിൽ 8 പേർക്ക് മന്ത്രിസ്ഥാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഷിൻഡെ വിഭാഗത്തിലെ ചില MLAമാർക്ക് അതൃപ്തി ഉണ്ടാക്കാനുള്ള ഒരു കാരണമായിട്ടുണ്ട്. കാരണം എന്തിനാണ് അജിത് പവാറിന് ഇത്ര പെട്ടെന്ന് തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനവും അജിത് പവാറിൻ്റെ കൂടെ വന്ന 8 MLAമാർക്ക് മന്ത്രിസ്ഥാനവും നൽകിയത് എന്ന ചോദ്യമാണ് ഷിൻഡെ വിഭാഗത്തിൽ നിന്നുള്ള MLAമാർ ചോദിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJPയും ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗവുമാണ്. ഇതിൽ ഏക്നാഥ് ഷിൻഡെ വിഭാഗം ഈ ശിവസേനയെ പിളർത്തിക്കൊണ്ട് BJPയിലേക്ക് എത്തിയവരാണ്. മഹാവികാസ് അഘാടി ദളിന്റെ ഭരണം തകർത്തുകൊണ്ട് BJPയോടൊപ്പം സഖ്യം ചേർന്ന് പിന്നീട് ഭരണം ഉണ്ടാക്കിയ ആളുകളാണ് ഈ ഏക്നാഥ് ഷിൻഡെ വിഭാഗം. ഇവർ ഈ കൂടുമാറിയതിനാൽ തന്നെ ഇവരുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ ഇപ്പോഴും നിയമപരിധിയിലാണ്. ഏത് സമയത്തും ഈ ഏക്നാഥ് ഷിൻഡെയുടെ ഭാഗത്തുള്ള MLAമാരെ അയോഗ്യരാക്കാനുള്ള സാധ്യതകളുണ്ട്. അത് മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെയാണ് BJP NCPയിൽ നിന്ന് അജിത് പവാറിനെയും സഖ്യത്തെയും തങ്ങളുടെ പാളയത്തിലെത്തിച്ചത്. ഇനി ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തെ അയോഗ്യരാക്കിയാൽ തന്നെ ഈ അജിത് പവാറിൻ്റെ പിൻബലത്തിൽ ഭരണം തുടരാമെന്നുള്ളൊരു കണക്കുകൂട്ടലിൽ തന്നെയാണ് BJP അജിത് പവാറിനെയും സംഘത്തെയും തങ്ങളുടെ പാളയത്തിലെത്തിച്ചത്. ഈ അജിത് പവാറിനെ പാളയത്തിൽ എത്തിച്ചതിന് പിന്നാലെ ശിവസേന നേതാവായ സഞ്ജയ് റാവത്ത് അടക്കം പറഞ്ഞത് ഏക്നാഥ് ഷിൻഡെയെ ഉടനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കും, അതിനുള്ള നീക്കമാണ് ഈ അജിത് പവാറിനെ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. ഈ ഏക്നാഥ് ഷിൻഡെ അടക്കം ഇപ്പോൾ അയോഗ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കേസിലാണുള്ളത്. അതുകൊണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും ഏക്നാഥ് ഷിൻഡെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളെയും അയോഗ്യരാക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഏക്നാഥ് ഷിൻഡെക്ക് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമാവുമെന്ന് മാത്രമല്ല, ഇവരുടെ രാഷ്ട്രീയ ഭാവി വരെ അനിശ്ചിതത്തിലാകും. കാരണം NCP, അതായത് അജിത് പവാറിൻ്റെ വിഭാഗം BJPയുടെ കൂടെ ഉള്ളതിനാൽ തന്നെ ഈ ഏക്നാഥ് ഷിൻഡെക്കും കൂടെയുള്ളവരെയും അയോഗ്യരാക്കിയാൽ തന്നെ അത് BJPക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാക്കാനില്ല. കാരണം തങ്ങളുടെ കൂടെ അജിത് പവാറും സംഘവും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഏക്നാഥ് ഷിൻഡെയും കൂട്ടരെയും BJP പൂർണ്ണമായും കൈയൊഴിയും. കൂടാതെ ഈ ശിവസേനയെ പിളർത്തി എന്നുള്ളൊരു കാരണത്താൽ ഉദ്ധവ് താക്കറെ വിഭാഗവും ഏക്നാഥ് ഷിൻഡെയും കൂട്ടരെയും വീണ്ടും തങ്ങളുടെ പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരുമില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ മഹാരാഷ്ട്രയിൽ അജിത് പവാറും സംഘവും BJPയോട് സഖ്യം ചേർന്നതോടുകൂടി ആകെ അവതാളത്തിലായിരിക്കുന്നത് ഏക്നാഥ് ഷിൻഡെയും അദ്ദേഹത്തിൻ്റെ പടയാളികളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുമാണ്. ഏക്നാഥ് ഷിൻഡെക്ക് തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനമടക്കം നഷ്ടമാകുമെന്നുള്ള നിലയിലാണ്. കൂടാതെ രാഷ്ട്രീയ ഭാവി തന്നെ അവസാനിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഏക്നാഥ് ഷിൻഡെയുടെയും കൂട്ടാളികളുടെയും കാര്യങ്ങൾ പോകുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.